ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ചായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ചത്തോളമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ സ്കൂളുള്ള ദിവസങ്ങളിൽ 5 മണിക്ക് തന്നെ എണീക്കട്ടും. എന്നിട്ടൊരു 5:30 ഉള്ളിലായിട്ടാണ് അടുക്കളയിൽ കയറുന്നത്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ കറിയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. തലേ ദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ഉള്ളിയും തക്കാളിയും പൊടികളെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കും. ഇതിൻ്റെ കൂടെ റെഡിയാക്കുന്നത് സാദാ അപ്പാണ് കേട്ടോ. പച്ചരി വെള്ളത്തിലിട്ടിട്ട് അത് അരച്ചെടുത്തിട്ട് ചുടുന്ന സാധാ നോർമൽ അപ്പം. അപ്പോൾ എൻ്റെ അധികം ഡേ ഇൻ മൈ ലൈഫിലും ഈ ഒരു അപ്പം തന്നെ ആവും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഡെയിലി ഇതൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ വീഡിയോ കൊടുക്കുന്ന ദിവസം അധികം ഇങ്ങനെ ഇതായി പോകുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോകാനും പറ്റില്ല, വെള്ളം കുറഞ്ഞു പോകാനും പറ്റില്ല. പിന്നെ അതേപോലെ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് തീ ഓവറായാൽ ചട്ടിയിൽ അടിക്ക് പിടിക്കും. പിന്നെ തീ കുറഞ്ഞു പോയാൽ ഇത് കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ കിട്ടില്ല. അപ്പോൾ ഇതിനും ഇതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ചൂടാനായിട്ട്. ഇനി അത് ചൂടാവണ സമയം കൊണ്ട് ചായക്കുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ ചായക്കുള്ള വെള്ളം വെക്കുമ്പോൾ ആദ്യം തന്നെ പഞ്ചസാര ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിളച്ച് കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ ഓരോ അപ്പമായിട്ട് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യാനും പിന്നെ ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു 6:30 ആയപ്പോഴേക്കും മോളെ എണീറ്റ് വന്നു. അപ്പോൾ ഇന്ന് വിളിച്ചുണർത്തേണ്ട ആവശ്യമൊന്നും വന്നില്ല, അല്ലാതെ തന്നെ എണീറ്റ് വന്നു. അപ്പോൾ ഇനി സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ സ്പീഡിൽ പണികളെല്ലാം തീർക്കണം. കാരണം 7:40 ആകുമ്പോഴത്തേക്കും സ്കൂൾ ബസ് വരും. അപ്പോഴേക്കും എല്ലാം റെഡിയാക്കിയിട്ട് എടുക്കണം. പിന്നെ ചെറിയ മോനെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൻ എണീക്കണതിന് മുന്നേ ഇങ്ങനത്തെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നത് നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ അത് വേഗം കുക്കറിൽ റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതാകുമ്പോൾ അരി വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോകില്ല. എന്നിട്ട് അതൊന്നിട്ട് വറുത്ത് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ അടുപ്പിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് കിട്ടും. അപ്പം നെയ്ച്ചോറൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്കും മോൾക്ക് പല്ല് തേപ്പിച്ച് കൊടുക്കണം, ഫുഡ് കൊടുക്കണം, അങ്ങനത്തെ പണികളൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണം. അപ്പോൾ ഇനി സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചിക്കനും കൂടി പൊരിച്ചെടുക്കണം. ഇതൊക്കെ തലേ ദിവസം മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. അതാകുമ്പോൾ രാവിലെ എല്ലാം കൂടെ തിരക്കാവില്ലല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അത് റെഡിയായി വരുമ്പോഴത്തേക്കും മോൾക്ക് ഫുഡ് കൊടുക്കണം. ഈ രാവിലത്തെ ഫുഡ് കൊടുക്കലാണ് കേട്ടോ ഏറ്റവും വലിയ ടാസ്ക്. അത് കഴിച്ച് കിട്ടണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. അപ്പോഴേക്കും ചെറിയ ആളും കൂടെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ എണീക്കുമ്പോഴത്തേനും ഇപ്പോൾ കുക്കിങ്ങൊക്കെ ഫുള്ള് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇവളെ റെഡിയാക്കി കൊടുക്കും കൂടെ ചെയ്താൽ മതി. പിന്നെ ബാക്കി റെഡി ആവുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും നല്ല തിരക്കായി. പിന്നെ അങ്ങനെ ഒരു 7:40 ആകുമ്പോഴത്തേക്കും ബസ് വരും. അപ്പം നമുക്ക് ബസ് വെയിറ്റ് ചെയ്യാൻ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്നാൽ മതി കേട്ടോ.
അങ്ങനെ മോള് പോയി. ഇനി ചെറിയ മോനിക്കുള്ള ഫുഡ് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് തിളപ്പിച്ച് ചൂടാറിയ ശേഷം ഇങ്ങനെ 2 ബോട്ടിലാക്കിയിട്ട് വെള്ളം നിറച്ച് വെക്കും. എന്നിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് ഞാൻ റൂമിലാണ്. അപ്പോൾ ആ റൂമിൽ ഈ 2 ബോട്ടിലും കൊണ്ടുവയ്ക്കും. കാരണം എനിക്ക് വെള്ളം കുടിക്കാൻ നല്ല മടിയുള്ള ഒരാളാണ്. അപ്പോൾ ഈ ബോട്ടിൽ വെള്ളം ഇരിക്കുന്നത് കണ്ടാൽ വെള്ളം കുടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എന്നും മറക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണിത്. അതാകുമ്പോൾ അത്യാവശ്യം വെള്ളം കുടിക്കണ്ടേ. അപ്പോൾ എന്നെപ്പോലെ വെള്ളം കുടിക്കാൻ മടിയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ എന്തായാലും വെള്ളം കുടിക്കാൻ ഇങ്ങനെ ബോട്ടിൽ വെള്ളം ഇരിക്കുന്നത് കാണുമ്പോൾ അത് നമുക്ക് എന്തായാലും കുടിക്കാൻ തോന്നും. അങ്ങനെ ഇപ്പോൾ എൻ്റെ ക്ലീനിങ്ങും എല്ലാം ഇതിനിടയിലൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മോൻ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉച്ച സമയമായി. ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇവൻ കളിക്കണ സമയമാണ്. അയ്യോ കുടിച്ചോ. അയ്യോ ഇതെന്താ ഇത് കണ്ടില്ലേ, ഉച്ച ആയപ്പോഴേക്കും ഏകദേശം ഒരു ബോട്ടിൽ ഫുള്ള് തീരാറായി. പിന്നെ ഒരു ബോട്ടിൽ ഇങ്ങനെ അപ്പുറത്തെ റൂമിൽ കൊണ്ടുവച്ചതായിരുന്നു. അങ്ങനെ ഉച്ചക്ക് ഇപ്പോൾ മോൻ ഇറങ്ങി. പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു 5-6 മാസമായിട്ടുള്ളൂ ഇപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 8K സബ്സ്ക്രൈബേഴ്സ് വരെ ആയി കിട്ടി. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഇത്ര പെട്ടെന്നൊന്നും ആവുമെന്നൊന്നും കരുതിയതല്ല. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു സ്മൈലെങ്കിലും കമൻ്റായിട്ട് ഇടാം. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഇപ്പോൾ ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ തുടക്കമായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ നിങ്ങൾ ഏത് ടൈപ്പിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്നൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം. അപ്പോൾ അങ്ങനെ ഒരുറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരമായി. മോള് സ്കൂൾ വിട്ട് വരാനുള്ള ടൈമായി. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇന്നൊരു ഹെൽത്തി ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴം ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈത്തപ്പഴം വെള്ളത്തിൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു. അത് ആ വെള്ളത്തോടുക്കനെ തന്നെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല. ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ അത്യാവശ്യത്തിന് ഉണ്ടാകും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിന് പകരം നല്ല ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ടാവുമല്ലോ സ്കൂളിൽ വിട്ട് വരുമ്പോൾ. അപ്പോൾ പിന്നെ കൊടുത്താൽ വേഗം കഴിച്ചോളും. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് ബേക്കറി പോലത്തെ ഐറ്റംസൊക്കെ കൊടുക്കാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് നല്ല വിശപ്പ് കൊടുക്കാൻ വരുന്ന സമയമാവും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അവർ നല്ല കഴിക്കുന്നത് എന്തായാലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിച്ചോളും. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. സ്കൂളിലുണ്ടായതും പിന്നെ എന്താ സ്നാക്സ് ഫുള്ള് കഴിച്ചു, ലഞ്ച് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഈവനിങ് വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.